back to our channel, our family vlogs. Finally, നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സമയം എത്രയെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യ്. സമയം ഇപ്പോൾ കറക്റ്റ് 7:30 മണിയായിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇന്ന് കുറച്ചല്ല നല്ല രീതിയിൽ ലേറ്റായി. നമ്മളൊരു 4 മണി 4:30 മണിക്ക് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ എന്ത് പറയാൻ നടന്നില്ല. കാരണം ഇന്നലെ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ലേറ്റായിപ്പോയി ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെ കിടന്നുറങ്ങാൻ നമ്മൾ ലേറ്റായിപ്പോയി. അതുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ട്. 7:30 മണിയായി. സോ ഇനി അവിടെ എത്തുമ്പം ചിലപ്പോൾ രാത്രി ഒരു 6:30 7 മണിയാകും. സോ യെസ്, അങ്ങനെ നമ്മൾ ഏത് വഴിയാണ് പോകുന്നത്? തേനി കമ്പം വഴിയാണ് ആക്ച്വലി നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് കൊടൈക്കനാൽ പോകാൻ വേണ്ടി പോകുന്നത്. സോ യെസ്, സോ എക്സൈറ്റഡ്. ആൻഡ് ഇനി നമുക്ക് അങ്ങോട്ടുള്ള വീഡിയോസ് കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ അങ്ങനത്തെ ട്രാവൽ സീരീസ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. എല്ലാവരെയും നമ്മളെ രണ്ടുപേരെയും ടാറ്റ പറയാൻ വേണ്ടി മാൾ ഉറക്കം എണീറ്റിട്ടുണ്ട്. അമ്മ യെസ്. പിന്നെ ഇവിടെ കിങ്ങിനി ഡെസ്റ്റിനി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ വേർത്ത് കുളിച്ച് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. കാരണം ബൈക്കിലാണ് നമ്മൾ പോകുന്നത്. സോ അവിടെ എല്ലാം ബാഗും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ബാഗ്, ഇത് ചെറിയ കുട്ടി ബാഗ്. യെസ്, നമുക്ക് ആവശ്യത്തിനായിട്ട് എടുക്കാനുള്ള സാധനം നമ്മൾ ഇതിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. പിന്നെ എന്തോന്നു, യെസ്, ഹെൽമെറ്റ്. രണ്ടുപേർക്ക് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റ് എടുക്കുന്നുണ്ട്. അമ്മ ഞാൻ പോകുന്നതിൻ്റെ അമ്മയ്ക്ക് വിഷമമുണ്ട്. ചിരിക്കരുത് കേസ്, ഞാൻ അമ്മ ലോങ് ട്രിപ്പാണ്. 8 ദിവസം കഴിഞ്ഞാൽ ഞാൻ വരുവുള്ളൂ. ഗേസ് ഞാൻ പോണേ ഗേസ്. ടാറ്റ. ഞാൻ എൻ്റെ എല്ലാം തലേനെയും ബാഗും ഒക്കെ എടുത്തോണ്ട് ഞാൻ പോട്ടെ. ഒരു വർഷത്തെ ടൂർ. അയ്യോ, അച്ഛൻ്റെ അടുത്ത് പറയട്ടെ. അച്ഛൻ ഞാൻ പോണേ. ടാറ്റ. അച്ഛനെ കാണിക്കാത്തത് അച്ഛൻ ഉടുപ്പിലത് കിടന്ന് ഉറങ്ങണുണ്ടായിരുന്നു. ഇങ്ങനെ പോണേ. ടാറ്റ. നമ്മൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാം ഗൈസ്. നിങ്ങളെല്ലാവരും എന്നെ ഹാപ്പി ചോളി പോലെ എല്ലാവരും ഹാപ്പി ചോളി. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ വളച്ച് നിൽക്കുന്നില്ല. ടാറ്റ. സോ ഞാൻ ബാഗെല്ലാം സെറ്റ് ചെയ്യട്ടെ. തലേന ഇപ്പൊ നിനക്ക് ചാടാ അറിയാല്ലേ? നേരത്തെ വലിയ ഷോ ആയില്ലല്ലോ. ഓ ചാരി അമ്മ പോയിട്ട് വരാം കേട്ടാ. നമുക്കൊരു ഉമ്മ തന്നെ, ഒരു ഉമ്മ തന്നെ. എടി ഉമ്മതാ. ആ ശരി. ഉമ്മ ശരി, അമ്മ പോയിട്ട് വരാം. ഗുഡ് ഗമായിട്ട് ഇവിടെ ഇരിക്കണം. നോട്ടിഫിക്കേഷൻ ഒന്നും കാണിക്കാൻ വേണ്ടി പാടില്ല. നീ മൂത്തതാണ്, നിന്റെ ഇളയതായി ഇവനെ നീ നോക്കി വെക്കണം കേട്ടാ. സൂക്ഷിച്ച് നോക്കിക്കോണം. എല്ലാവരും പൂട്ടിയത് ഗുഡ് ഗേളായിട്ടിരിക്കണം കേട്ടാ. അമ്മ പെട്ടെന്ന് നിന്നെ ഫോണൊക്കെ വിളിക്കാം കേട്ടാ. രാത്രി ഫോണൊക്കെ വിളിക്കാം. നീ ഗുഡ് ഗേളായിട്ടിരിക്കണം. ലിപ്സ്റ്റിക്ക് പോയെന്തോന്നു. നിങ്ങൾ ജസ്റ്റ് ഇവന്റെ പിന്നെ എന്നെ വേണ്ടെന്നാണ് തോന്നുന്നത്. ഇവന്റെ ഫുൾ കളിയായിരുന്നു. മക്കളെ അമ്മ പോയിട്ട് വരാം. ചക്കരെ നിന്നെ കടിക്കാൻ പറഞ്ഞതല്ല. അമ്മ പോയിട്ട് വരാം. 8 ദിവസം കഴിഞ്ഞ് ഇനി വരുള്ളൂ. മക്കൾ ഗുഡ് ഗേളായിട്ടിരിക്കണം. ഗുണ്ടടിയൊന്നും ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഓക്കെ. ഇവന്റെ ഉമ്മയായിരിക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ ഗൈസ്, ടാറ്റ. ഗൈസ് അങ്ങനെ ഞാൻ ഇറങ്ങാൻ വേണ്ടി പോയാണേ. അമ്മ ടാറ്റ. ടാറ്റ മാളു. ടാറ്റ, പോയിട്ട് വരാം. ഓക്കെ കിങ്ങിണി ടാറ്റ, പോയിട്ട് വരാം. കിങ്ങിണി ബൈ ദ വേ ഹെൽമെറ്റ് ആണ്. സോ ഗൈസ് നമ്മളെ ഗജ കേസരി എന്ന് പറഞ്ഞാൽ ഇവനെയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഗജ കേസരി. ഇവൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഓൾ സെറ്റാണ്. കാണിച്ചു തരാം. മാറിക്കേ. ഇതുണ്ട് ബാഗ്. എല്ലാം ബാക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ബാഗും എൻ്റെ തോളിൽ ഒരു ബാഗ്. അങ്ങനെ ടോട്ടൽ 3 ബാഗിലാണ് നമ്മൾ പോകുന്നത്. ബാഗെല്ലാം സെറ്റായിട്ടുണ്ട്. സോ യെസ്, ഇത് തണുപ്പ് ടൈമിൽ ഹുഡി മൈ ജാക്കറ്റ് സെറ്റായിട്ടുണ്ട്. സോ നമുക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം ട്രിപ്പ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അയ്യോ, കിങ്ങിനി, അമ്മ, ഡെസ്റ്റിനി എല്ലാവരും ഉണ്ട്. ടാറ്റ, ലവ് യു, ടേക്ക് കെയർ ഉമ്മ. സോ ഗൈസ്, അങ്ങനൊരു വലിയ പ്രയാണത്തിന് ശേഷം നമ്മൾ തമിഴ്നാട് കടന്നിരിക്കുകയാണ് ഗൈസ്. തമിഴ്നാട് കഴിഞ്ഞ് കുറേ എത്തി. 200 കിലോമീറ്ററിന് അടുപ്പിച്ചുണ്ട്. ഇപ്പം മണി എത്രയായി? 12:00ഒക്കെയാവും. നമ്മൾ ആഹാരം കഴിച്ച ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. പറയാതിരിക്കേണ്ടി പറ്റില്ല. ചൂടൊന്നും അപാര ചൂടാണ്. അപാര ചൂടാണ്. പക്ഷേ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു ഗൈസ്. നേരത്തെ ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും താമസിക്കുന്ന കാര്യത്തിൽ. പിന്നെന്തോ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് എന്തോ
2 ചിക്കൻ ബിരിയാണി വിശന്നിട്ട് വരും. 2 ഓറഞ്ച് ജ്യൂസും 2 ചിക്കൻ കറിയും 2 ഓറഞ്ച് ജ്യൂസും 2 ചിക്കൻ ബിരിയാണിയും. പെട്ടെന്ന് വിശന്നിട്ട് വയ്യ, കഴിക്കണം ഇനി. സോ ഗൈസ്, അങ്ങനെ നമ്മളെ ബിരിയാണി ഇതാ വന്നിരിക്കുകയാണ്. ഇല്ല എനിക്ക് ഇത് എൻ്റെ ചിക്കൻ ബിരിയാണി. ഇതിൽ സാലഡുണ്ട്, പിന്നെ ഗ്രേവി ഉണ്ട്. അച്ചാറല്ലത് ഗ്രേവിയാണ്. പിന്നെ ചൂടുവെള്ളം. ഏട്ടാ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, എനിക്ക് ഈ കറി ഇഷ്ടപ്പെട്ടില്ല. ആ കറി കൊള്ളില്ല എനിക്ക്. എനിക്കും ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആകെ ഇഷ്ടപ്പെടാത്ത കാര്യം ഈ ഒരു കറി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളം പോലെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് മാത്രം കൊള്ളൂല, ബാക്കി എല്ലാം കൊള്ളാം. ഓക്കെ, ഇപ്പം നമുക്കിനി കഴിച്ചിട്ട് കാണാം. ഗൈസ് നോക്കിക്കേ, നമ്മളുടെ അവസ്ഥ നോക്ക് ഗൈസ്. മുട്ട വെയിൽ തന്നെ, മുട്ടൻ വെയിൽ. ഇനി വണ്ടി ഒന്ന് സെറ്റ് ചെയ്യണം, കാരണം ബാഗ് ചെറുതായിട്ടൊന്ന് താന്നു പോയിട്ടുണ്ട്. അപ്പം അതൊന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് നമ്മൾ കയറിയ ഹോട്ടൽ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും നമ്മളുടെ ട്രാവൽ തുടങ്ങിയാണ്. മൊട്ടൻ വെയിലെന്ന് പറഞ്ഞാൽ മൊട്ടൻ വെയിലാണ്. ബൈക്കൊക്കെ മറ്റ് ഉൾസയൊക്കെ വേണമെങ്കിൽ അടിക്കാൻ വേണ്ടി പറ്റും, ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആരോ ചാച്ച പറഞ്ഞില്ലേ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ. പിന്നെ ആ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയണം. അതായത് ഇപ്പം ഈ റൂട്ട് വരുന്നവരാണെങ്കിൽ ഈ റൂട്ടിൻ്റെ പേരെന്താ? സത്യം പറഞ്ഞാൽ ഇവിടെ ഇല്ലേ, ഫുൾ തമിഴിലാണ് ഗൈസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കൊന്ന് വായിക്കാൻ അറിഞ്ഞുകൂടാ. ഇവർ ഫുൾ തമിഴാണ്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഏത് വഴി പോവും? നമുക്ക് എവിടെ? അലഹാബാദിലെത്തിയ ഇവിടെ അലഹാബാദ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് വൃന്ദാനഗറോ വൃന്ദാപൂർ അങ്ങനെ എന്തോ ആണ്. ആ വഴി വരികയാണെങ്കിൽ നിങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറണം. സംഭവം അതായത് വാഷ്റൂം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, പക്ക ക്ലീനിങ് ആയിരുന്നു ബാത്റൂം എല്ലാം. സോ അത് പോവേണ്ടി പറ്റി. പിന്നെ ഫുഡും കൊള്ളായിരുന്നു ഗൈസ്. ഇവിടെ മൊത്തം വയലുകളും മറ്റ് കൃഷി കാര്യങ്ങളാണ് ഉള്ളത്. അടിപൊളിയാണല്ലേ, അടിപൊളി. ഇവിടെ നോക്ക്, ഇത് പശുവാണോ പോത്താണോ ഇത്? കാളയാണോ ഇത്? കാള. ഈ ഒരു സ്ഥലത്ത് കയറിയ ശേഷം ഉണ്ടല്ലോ, മൊത്തം ഇതേപോലെ കൃഷി സ്ഥലങ്ങൾ, വയലുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ സീനറി പോലെ അല്ലേ. നെല്ല് നട്ടിരിക്കുന്നുണ്ടോ ഗൈസ്? അത് നെല്ല് നട്ടിരിക്കുന്നതാണ്. ആ നെല്ലാണല്ലേ അവരെ മെയിൻ ഇതെന്ന് പറഞ്ഞത്. കൃഷി അത് ഇത്രയും കണ്ടോ? നമ്മുടെ ട്രിവാൻഡ്രം കണ്ടോ? ഫുൾ ഫ്ലാറ്റും മാത്രമേ ഉള്ളൂ. ഇവിടെ കണ്ടോ? എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഹരിതി രമണീയമായ കാര്യങ്ങളാണ് ഇഷ്ടം. കുറച്ചും കൂടെ നല്ല വ്യൂ അല്ലേ. ഇവിടെ നിന്ന് റീലൊക്കെ എടുക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ. ഇവിടെ ഉണ്ടല്ലോ നമുക്ക് വീഡിയോസൊക്കെ നമുക്ക് അങ്ങ് അറ്റത്ത് നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ആൾക്കാർ ഈ നെല്ല് നടുന്നതാണ്. പോത്തുകൾ ഓടി വരണം നോക്കിയിട്ട്, പിന്നെ ഓടി വരണോ ശിവന് ശംഭു. ഇതൊക്കെ ചിലപ്പോൾ തിന്നാൻ വേണ്ടി കൊണ്ടുപോകണതായിരിക്കും അല്ലേ, മീൻസ് ബീഫാക്കാൻ വേണ്ടി കൊണ്ടുപോകണതാണ്. സംഭവം നിങ്ങൾക്ക് കേരളത്തിൻ്റെ ഒരു എഫക്റ്റ് തോന്നുന്നില്ലേ? ഫുൾ തെങ്ങുകൾ മാത്രം. ഈ ഒരു ഏരിയയിൽ വന്ന് എനിക്ക് ഒന്നും കൊടൈക്കനാല് 52 കിലോമീറ്റേഴ്സ് മാത്രമേ
സോ ഗൈസ് ഫൈനലി നമ്മളിതാ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ എന്ന് പറയുന്നത്. സോ ഹോട്ടൽ എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലാണ്. നമുക്ക് നമ്മൾ റൂം നമ്പർ 207. പടികൾ കയറാൻ അതാണ് വയ്യാത്തത്. ഇത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ട് പടികൾ കയറാൻ വയ്യ. എൻ്റെ ഇതാര് കണ്ണാടിയുണ്ട്. കയറുമ്പോൾ നമ്മൾ മുഖം ഏത് ലുക്കിലാണെന്ന് കാണാനാണ് ആക്ച്വലി ഇവരെടുത്ത് വയ്ക്കുന്നത്. അടിപൊളി. ഫൈനലി നമ്മളെ റൂം തുറന്നു. കോളിംഗ് ബെൽ അടിക്കാനുള്ളതുണ്ട്. ആർക്ക്? തുറന്നിരിക്കുകയാണ്. ഐശ്വര്യമായിട്ട് വലത് കാലെടുത്ത് വെച്ച ഇത് തുറക്കാൻ പറ്റാത്ത. ഓക്കെ, തുറന്ന് ഫുൾ ഇരുട്ട്. എവിടെയെങ്കിലും ലൈറ്റ് ആക്കിയിട്ട്. കുഞ്ഞു റൂം. നമുക്ക് ധാരാളമാണ് കേസ്. ഇത് നമുക്ക് വളരെ ധാരാളം. റൂമില്ലേ എന്താ കേസ്? കം മീ. ഞാൻ എൻ്റെ വലുതുകൾ എടുത്ത് വെക്കട്ടെ. ആക്ച്വലി ഇതാണ് നമ്മളുടെ റൂം. Finally we entered into the room. എനിക്ക് രക്ഷയില്ല. ഭയങ്കര കോസി ബെഡ്. അതായത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂംസ് നോക്കുന്നവരാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ് ഹോട്ടൽ. പേരെന്താ? ഹോട്ടൽ JC വുഡ്വില്ലെ മനോഹർ റെസിഡൻസി. ആക്ച്വലി കുഞ്ഞു റൂമാണ്, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ഇത് വളരെ ധാരാളമാണ്. കാരണം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലാണ് ആദ്യമേ നോക്കിയത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലീനിങ് എല്ലാം പക്കയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട ബെഡൊന്നുമില്ല, ഫുൾ ക്ലീനിങ് ആണ്. 2 ലൈറ്റ്, ടി വി കളിക്കും. TV വർക്ക് ചെയ്യുന്ന മാത്രമേ അറിഞ്ഞിട്ട്. കണ്ണാടി നോക്കാൻ കണ്ണാടി. മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ബാത്റൂം. ഒന്നും കാണാൻ പറ്റില്ല. ബാത്റൂമിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ ലൈറ്റ്. പക്ഷെ കൊള്ളാൻ കേട്ടോ, വൃത്തിയുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളിലൊക്കെ ഒന്നും കാണാൻ പറ്റുന്നില്ല. വെള്ളം തുറക്കാൻ പറ്റിയ ഐസ് ഫുൾ ഐസ് വെള്ളം. എന്റെ കുഞ്ഞിയുടെ വെള്ളം പറ്റൂല കേട്ടോ, ഭയങ്കര ഐസ്. ഇവിടെ നിന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ 950. നമ്മൾ ഓൺലൈനിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നല്ലൊരു 13 റുപ്പീസ്, അതായത് 13 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. വലിയ ഡിഫറൻസ്. ഓഫറിൽ നിന്നാണ് കിട്ടിയത്. ഗോ IBBO അതാണെന്ന് തോന്നുന്നു. അതിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. പക്ഷെ 13 റുപ്പീസ് എക്സ്ട്രാ കൊടുത്തുള്ളൂ. കുഴപ്പമില്ല. പക്ഷെ റൂംസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്മോൾ റൂമാണ്, വലിയ റൂം പ്രതീക്ഷിച്ചാലും വേണ്ട. അത്യാവശ്യം 2 പേർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു റൂമാണിത്. സോ ഞാൻ ഭയങ്കര ഹാപ്പി. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൊള്ളാം. കാരണം അതിൽ ചില കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ക്ലീനിങ് ഒന്നല്ല ചിലർ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നു. ക്ലീനിങ് ആവോ ഇല്ലേ, മൂട്ട ഏതാണോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതുവരെ കൊള്ളാം, അടിപൊളി സെറ്റ്. സോ അങ്ങനെ നമ്മൾ ഫൈനലി കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ് ഗൈസ്. ഏപ്രിലാണ് നമ്മൾ, അതായത് April 2 ഇവിടെ എത്തിയിട്ട് പോലും ഭയങ്കര തണുപ്പാണ്. എൻ്റെ അടുത്ത് വീട്ടിൽ വെച്ച് ആരൊക്കെ പറഞ്ഞു ഇവിടെ തണുപ്പ് കാണൂല, നല്ല ചൂടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ടൈമിൽ വരണം, അടിപൊളിയാണ്. നല്ല ക്ലിയർ ആയിട്ടല്ല വ്യൂ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തണുപ്പ് നമുക്ക് കിഡിലായിട്ട് എൻജോയ് ചെയ്യേണ്ടി പറ്റും. കൈയൊക്കെ ഫ്രീസ് ആയിരിക്കുകയാണ്. എനിക്ക് ഒന്നും എൻ്റെ കൈ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയാൻ വേണ്ടി പറ്റില്ല, അത്രയ്ക്ക് മരവിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരാഗ്രഹമുണ്ട്, കുറച്ചേരം കിടന്ന് നടുവും കാലൊക്കെ ഒന്ന് നോക്കണം. കാരണം ഫുൾ വേദന എടുത്താണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നൈറ്റ് ലൈഫ് ഇൻ കൊടൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടെ. ലെറ്റ്സ് ഹോപ്പ് ഇറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സോ ഇന്നത്തെ വീഡിയോ നമുക്ക് അതുവരെ ഉള്ളൂ. അപ്പം നൈറ്റ് ലൈഫ് ഇൻ കൊടൈ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടേക്ക് ഇടുന്നത്, കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആവും. സോ അടുത്ത വീഡിയോ നൈറ്റ് ലൈഫ് ഇൻ കൊടൈ. സ്ട്രീറ്റ് ഷോപ്പിംഗ് കാണും, പിന്നെ സ്ട്രീറ്റ് ഫുഡ് കാണും,
പിന്നെ നമ്മൾ കൊടൈക്കനാൽ ഫുൾ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇതിൻ്റെ പിറകെ വരുന്നതായിരിക്കും. സോ നമ്മുടെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആൻഡ് മറക്കാതെ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് stay happy, stay healthy and stay positive. Always be positive. So signing off, Arati here, Ajay here. Love you, take care. Oh.